നമസ്കാരം. അമേരിക്കയും ഇസ്രയേലും തുടരുന്ന കടുത്ത ആക്രമണങ്ങൾക്കിടയിലും സമാധാന ചർച്ചകൾക്ക് തയ്യാറാണെന്ന് അറിയിച്ച് ഇറാൻ. എന്നാൽ ഈ ചർച്ചകൾ ഇറാന്റെ അന്തസ്സ് കാത്തുസൂക്ഷിച്ചുകൊണ്ടുള്ളതാകണമെന്നും ആരുടെയും നിർദ്ദേശങ്ങൾക്ക് വഴങ്ങി ഒന്നിനും തയ്യാറാവില്ല എന്നും ഇറാന്റെ പരമോന്നത നേതാവിന്റെ പ്രത്യേക പ്രതിനിധി അബ്ദുൾ മജീദ് ഹക്കീം ഇലാഹിയെ ഉദ്ധരിച്ച് NIA റിപ്പോർട്ട് ചെയ്യുന്നു. എന്നാൽ ഇതിലേറെ ശ്രദ്ധേയം ഇറാന്റെ ഇന്ത്യയെ മുൻനിർത്തിയുള്ള പരാമർശമാണ്. അമേരിക്കയുടെ ഈ നീക്കങ്ങൾക്ക് പിന്നിൽ വലിയൊരു രാഷ്ട്രീയ ലക്ഷ്യമുണ്ട് എന്ന് ഇറാൻ ആരോപിക്കുന്നു. ഇന്ത്യ, ചൈന, റഷ്യ തുടങ്ങിയ രാജ്യങ്ങൾ ലോകശക്തികളായി ഉയർന്നത് തടയാനാണ് അമേരിക്ക യുദ്ധം സൃഷ്ടിക്കുന്നതെന്ന് ഇലാഹി പറഞ്ഞു. ലോകത്തിന്റെ അധികാരം ഈ രാജ്യങ്ങളിലേക്ക് മാറുന്നത് തടയാനും അമേരിക്കയുടെ ആഗോളാധിപത്യം നിലനിർത്താനുമാണ് ഇത്തരം സംഘർഷങ്ങൾ ഉണ്ടാക്കുന്നതെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി. ഇന്ത്യയെ പോലുള്ള രാജ്യങ്ങളെ ഒരു പങ്കാളിയായി കാണാൻ അമേരിക്ക ആഗ്രഹിക്കുന്നില്ല എന്നും അദ്ദേഹം വിമർശിച്ചു. ഇറാൻ മുന്നോട്ട് വെച്ച ആരോപണം അന്താരാഷ്ട്ര രാഷ്ട്രീയത്തിൽ വലിയ ചർച്ചകൾക്ക് വഴിവെച്ചിരിക്കുകയാണ്. ആഗോള രാഷ്ട്രീയത്തിന്റെ ചരിത്രം പരിശോധിച്ചാൽ ശക്തി സമത്വം മാറുന്ന ഘട്ടങ്ങളിൽ സംഘർഷങ്ങൾ ഉയർന്നിട്ടുണ്ട് എന്നത് സത്യമാണ്. ശീതയുദ്ധകാലം മുതൽ ഇന്നത്തെ ഇൻഡോ പസഫിക് രാഷ്ട്രീയം വരെ ശക്തികളുടെ മത്സരമാണ് അന്താരാഷ്ട്ര ബന്ധങ്ങളുടെ മുഖ്യ ചാലക ശക്തി. അമേരിക്ക തന്റെ ആഗോളാധിപത്യം നിലനിർത്താൻ ശ്രമിക്കുന്നതും സ്വാഭാവികമായ ഒരു പദ്ധതിയാണ്. ഇന്ത്യയുടെ ഉയർച്ച ഇന്ന് ലോകം അംഗീകരിക്കുന്ന യാഥാർത്ഥ്യമാണ്. സാമ്പത്തിക വളർച്ച, സാങ്കേതിക പുരോഗതി, പ്രതിരോധ ശേഷി, ജനാധിപത്യ മൂല്യങ്ങൾ എന്നിവയുടെ സമന്വയമാണ് ഇന്ത്യയെ ആഗോള വേദിയിൽ ശക്തമായി ഉയർത്തുന്നത്. ലോകത്തിലെ 5ാമത്തെ വലിയ സമ്പദ് വ്യവസ്ഥയായി മാറിയ ഇന്ത്യ ബഹിരാകാശ ഗവേഷണത്തിൽ നിന്ന് ഡിജിറ്റൽ പബ്ലിക് ഇൻഫ്രാസ്ട്രക്ചർ വരെ നിരവധി മേഖലകളിൽ മാതൃക ഇതിനോടകം സൃഷ്ടിച്ചു കഴിഞ്ഞു. ഇത് ആരുടെയെങ്കിലും അനുകൂലതയാലല്ല, സ്വന്തം കഴിവിന്റെയും ദീർഘദർശിത്വത്തിന്റെയും ഫലമാണ്. ഇവിടെ പ്രധാനമായി ചർച്ച ചെയ്യേണ്ടത് ഇന്ത്യയുടെ നയതന്ത്ര സ്വാതന്ത്ര്യമാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ ഇന്ത്യ മൾട്ടി അലൈൻമെന്റ് എന്ന പുതിയ നയതന്ത്ര രീതിയാണ് സ്വീകരിച്ചത്. അമേരിക്കയുമായി തന്ത്രപ്രധാന പങ്കാളിത്തം നിലനിർത്തുമ്പോഴും റഷ്യയുമായുള്ള പ്രതിരോധ ബന്ധം തുറന്നു വെക്കുകയും ചൈനയുമായുള്ള അതിർത്തി പ്രശ്നങ്ങൾ ഉണ്ടായിട്ടും സാമ്പത്തിക ഇടപെടലുകൾ കൈകാര്യം ചെയ്യുകയും ചെയ്യുന്നത് ഇന്ത്യയുടെ സ്വതന്ത്ര നിലപാടിന്റെ തെളിവാണ്. ഇറാൻ ഉന്നയിക്കുന്ന ആരോപണത്തിൽ ഒരു ഭാഗം യാഥാർത്ഥ്യ സൂചനകൾ ഉൾക്കൊള്ളുന്നുണ്ടാകാം. ലോകം ഇന്ന് ഏകധ്രുവത്തിൽ നിന്ന് ബഹുധ്രുവത്തിലേക്ക് മാറുകയാണ്. ഈ മാറ്റം എല്ലാ പഴയ ശക്തികൾക്കും ആശങ്കയുണ്ടാക്കും. എന്നാൽ ഇന്ത്യയെ ഒരു ഉയരുന്നത് തടയേണ്ട ശക്തി എന്ന നിലയിൽ മാത്രം കാണുന്നത് യുക്തിസഹമല്ല. കാരണം ഇന്ത്യയുടെ വളർച്ച ആഗോള സമാധാനത്തിനും സാമ്പത്തിക സ്ഥിരതയ്ക്കും ഗുണകരമാണ്. ഇന്ത്യയുടെ ജനാധിപത്യ സംവിധാനവും നിയമാധിപത്യവും അതിനെ മറ്റുയർന്നു വരുന്ന ശക്തികളിൽ നിന്ന് വ്യത്യസ്തമാക്കും. മോദിയുടെ നേതൃത്വത്തിൽ ഇന്ത്യ കൈവരിച്ച പ്രധാന നേട്ടങ്ങളിലൊന്ന് തന്ത്രപ്രധാന സ്വയം പര്യാപ്തതയാണ്. ആത്മനിർഭർ ഭാരത് പോലുള്ള പദ്ധതികൾ ആഭ്യന്തര ഉൽപാദനത്തെ പ്രോത്സാഹിപ്പിച്ചു. പ്രതിരോധോൽപാദനത്തിൽ നിന്ന് സെമി കണ്ടക്ടർ നിർമ്മാണത്തിലേക്ക് വരെ ഇന്ത്യ സ്വയം ശക്തിപ്പെടുകയാണ്. ഇത് ആരുടെയെങ്കിലും വിരോധത്തിലല്ല, മറിച്ച് ദേശീയ താല്പര്യത്തിന്റെ അടിസ്ഥാനത്തിലാണ്. അന്താരാഷ്ട്ര ബന്ധങ്ങളിൽ സ്ഥിര സുഹൃത്തുക്കളോ സ്ഥിര വൈരികളോ ഇന്ത്യക്കില്ല. സ്ഥിര താല്പര്യങ്ങൾ മാത്രമാണ് ഉള്ളത് എന്നത് ഒരു സത്യമാണ്. ഇന്ത്യ ഇത് മനസ്സിലാക്കി പ്രവർത്തിക്കുന്നു. ക്വാഡ് പോലുള്ള കൂട്ടായ്മകളിൽ സജീവമായിരിക്കുമ്പോഴും ബ്രിക്സ് വേദിയിൽ നിർണായക പങ്ക് വഹിക്കുന്നത് അതിന്റെ സമതുലിത നിലപാടിന്റെ ഉദാഹരണമാണ്. ഈ നിലപാട് ഇന്ത്യയെ ഒരു പാലമായും വിശ്വാസയോഗ്യമായ പങ്കാളിയായും ഒരേ സമയം ലോകം കാണാൻ കാരണമായി. ഇറാൻ വിമർശിക്കുന്ന തരത്തിൽ അമേരിക്ക ഇന്ത്യയെ പങ്കാളിയായി കാണുന്നില്ല എന്ന വാദവും യാഥാർത്ഥ്യത്തിൽ പൂർണ്ണമായും ശരിയല്ല. ഇക്കഴിഞ്ഞ വർഷങ്ങളിൽ പ്രതിരോധ കരാറുകൾ, സാങ്കേതിക സഹകരണം, വ്യാപാര വർധന എന്നിവ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം ശക്തമാക്കിയിട്ടുണ്ട്. എന്നാൽ അതുകൊണ്ട് ഇന്ത്യയുടെ സ്വാതന്ത്ര്യം നഷ്ടപ്പെട്ടിട്ടുമില്ല. മറിച്ച് ഇന്ത്യ തന്റെ താല്പര്യങ്ങൾ മുൻനിർത്തി ഓരോ ബന്ധവും രൂപപ്പെടുത്തുകയാണ്. ഇന്ത്യയുടെ ഉയർച്ച ഒരു സംഘർഷത്തിന്റെ ഫലമല്ല, മറിച്ച് സ്ഥിരതയുടെയും ദീർഘദർശിത്വത്തിന്റെയും ഫലമാണ്. ആഗോള രാഷ്ട്രീയത്തിൽ ശക്തി പരിവർത്തനം നടക്കുമ്പോൾ ആരോപണങ്ങളും ആശങ്കകളും ഉയരുന്നത് സ്വാഭാവികമാണ്. പക്ഷേ ഇന്ത്യയുടെ യാത്ര സ്വതന്ത്രവും ആത്മവിശ്വാസപൂർണവുമാണ്. മോദിയുടെ നേതൃത്വത്തിൽ ഇന്ത്യ നിർണായക അജണ്ട നിശ്ചയിക്കുന്ന രാജ്യമായി മാറുകയാണ്. ലോകക്രമം മാറുമ്പോൾ ആരോപണങ്ങൾ ഉയരാം, തന്ത്രങ്ങൾ മാറാം. എന്നാൽ ഇന്ത്യയുടെ വളർച്ചയെ തടയാൻ ആരും യുദ്ധം സൃഷ്ടിക്കേണ്ട സാഹചര്യം നിലവിലില്ല. കാരണം ഇന്ത്യയുടെ ശക്തി യുദ്ധത്തിലല്ല, സമാധാനത്തിലാണ്. ആധിപത്യത്തിലല്ല, സഹകരണത്തിലാണ്. ആശ്രിതത്വത്തിലല്ല, സ്വാഭിമാനത്തിലാണ്. അതാണ് ഇന്നത്തെ ഇന്ത്യയുടെ യഥാർത്ഥ ശക്തിയും ഭാവിയുടെ ഉറപ്പും.